സെയിൽസിൽ അപ്സെല്ലിങ്ങും ക്രോസ് സെല്ലിംഗ് എങ്ങനെ എഫക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്താം? അപ്സെല്ലിങ്ങും ക്രോസ് സെല്ലിങ്ങും ഒരു ബിസിനസ്സിന് ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതൊരു ബിസിനസ്സുകാരൻ, സംരംഭകൻ തൻ്റെ ബിസിനസ്സിന്റെ സെയിൽസ് പ്രോസസ്സിൽ അത് ആഡ് ചെയ്യണം. ഞാനൊരു എക്സാമ്പിൾ പറയാം, അത് എങ്ങനെയാണ് അത് എഫക്റ്റീവ് ആണെന്നുള്ളത്. നിങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ ചെന്നിരിക്കുകയാണ്, ഫുഡെല്ലാം കഴിച്ചു, നല്ല ഇഷ്ടപ്പെട്ടു. നിങ്ങൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു കസ്റ്റമർ അറ്റൻഡ് ചെയ്യുന്ന വെയിറ്ററോ മറ്റോ വന്നിട്ട് നിങ്ങളോട് ചോദിക്കും, ഇനി എന്താ വേണ്ടെന്ന്. മിക്ക കേസിനകത്തും ഇങ്ങനെ ഒരു കേസിൽ നമ്മൾ വല്ല ടീയോ ജ്യൂസോ അല്ലെങ്കിൽ ഐസ്ക്രീമോ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ 30% ആളുകൾ മാത്രമാണ് വേണമെന്ന് പറയാം. എന്നാൽ നേരെ മറിച്ച ചോദ്യം ഒന്ന് മാറ്റി പ്രോസസ്സിൽ ചെറിയ ചേഞ്ച് വരുത്തി കഴിഞ്ഞാലോ, സർ ഞങ്ങളുടെ കയ്യിൽ ബിരിയാണി കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ കൊടുക്കുന്നത് ഒരു സ്പെഷ്യൽ ടീ ഉണ്ട്, ഇതിവിടെ വരുന്ന എല്ലാവരും കഴിക്കാറുണ്ട്, വളരെ സ്പെഷ്യലാണ്, സാർ ഒന്ന് കഴിച്ചു നോക്കൂ. ഇനി അതല്ല മീൽസ് ആണ് കഴിച്ച്, സർ മീൽസ് കഴിച്ചു കഴിഞ്ഞ ആളുകൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ജ്യൂസ് ഉണ്ട്, ഇത് വളരെ സ്പെഷ്യലാണ്, എല്ലാവരും കഴിക്കുന്നതാണ്, സാർ ഒന്ന് കഴിച്ചു നോക്കൂ. ഒരു വെയിറ്റർ പറയുന്നതെങ്കിലും 95% ആളുകളും അത് വാങ്ങിക്കും. കാരണം അയാൾ ഓൾറെഡി ബൈ മോഡ് ഓൺ ആണ്, ഫുഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അയാൾ വളരെ ഹാപ്പിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സെയിൽസിൽ നിങ്ങളുടെ പ്രോസസ്സിൽ തന്നെ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ വരുത്തി അപ്സെല്ലിങ്, ക്രോസ് സെല്ലിംഗ് ഒക്കെ കൊണ്ടുവന്ന് നിങ്ങളുടെ സെയിൽസ് പ്രോസസ്സിനെയും സെയിൽസ് ടീമിനെയും ഒരു സൂപ്പർ സക്സസ്ഫുൾ സെയിൽസ് ടീമും പ്രോസസ്സും ആക്കി മാറ്റണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനുള്ളൊരു പരിശീലനമാണ് ഈ വരുന്ന ഡിസംബർ 10-11 തീയതികളിൽ സെയിൽസ് റീ എഞ്ചിനീയറിംഗ് എന്ന പേരിൽ കോഴിക്കോട് അപ്പോളോ ഡിമോറയിൽ നടക്കുന്നു. കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, കോൺടാക്ട് ചെയ്യുക.